അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അമ്മാ ബഅദ്. പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെയാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ റമദാനിൻ്റെ പുണ്യങ്ങളെ തീർത്തും ആസ്വദിക്കാനും അത് നേടിയെടുക്കാനും അതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഈ ഒരു റമദാനിൻ്റെ ദിനരാത്രങ്ങളിലും ഇത്തരമൊരു പ്രോഗ്രാമുമായി നിങ്ങൾക്ക് മുമ്പിൽ വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നത് മനസ്സിലാക്കാനും അതോടൊപ്പം സമൂഹത്തിൽ പൗരോഹിത്യം ഇന്ന് സമൂഹത്തെ വഴി നടത്തുന്നത് എങ്ങോട്ട് എന്നതും തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിൻ്റെ അവസാനത്തെ പത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്ന മാതൃകയെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചു തരുന്നുണ്ട്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ ഷദ്ദൽ മിഅ്സറ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൻ്റെ അവസാനത്തെ പത്തെത്തി കഴിഞ്ഞാൽ അവിടുത്തെ അരമുണ്ടിനെ ഉടുമുണ്ടിനെ ഒന്ന് ഇറുക്കി ഉടുക്കുമെന്നാണ്. തീർന്നില്ല, വഅയ്ഖള നിസാഅഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ ഉണർത്തുമെന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത് ഷദ്ദ മിഅ്സറഹു വഅഹ്യൽ ലൈല വഅയ്ഖള അഹ്ലഹു. 3 കാര്യങ്ങളാണ്. ഒന്ന്, അരമുണ്ട് ഇറുക്കി ഉടുക്കും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒന്ന്, ഭാര്യയുമായി കൊണ്ട് പിന്നെ രാത്രിയിൽ ബന്ധപ്പെടുകയില്ല എന്നതാണ്. മറ്റൊന്ന്, കർമ്മ മേഖലയിൽ ഒന്നുകൂടി ചടുതല ലഭിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതാണ് എന്നാണ്. അതായത് കർമ്മത്തിൽ നന്മകളിൽ മുന്നേറാൻ ഉപയോഗിച്ച ഒരു പദമായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ രണ്ടാമത്തെ വിശദീകരണം നമുക്ക് പഠിപ്പിച്ചത്. രണ്ടും ശരി തന്നെയാണ്. ഇനി വഅഹ്യൽ ലൈല, രാത്രി എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുന്നു. രാത്രിയെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദിക്റിലൂടെ, സ്വലാത്തിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, രാത്രി നിസ്കാരങ്ങളിലൂടെ പ്രവാചകൻ രാത്രിയെ ജീവിപ്പിച്ചു എന്നാണ്. വഅയ്ഖള അഹ്ലഹു, ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തെയും, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞു പോയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരെ, പത്നിമാരെ ആ നന്മയിലേക്ക് ക്ഷണിക്കുകയും എണീപ്പിക്കുകയും ആ നന്മകളിലേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാണ്. ഇനി മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ കിടന്നുറങ്ങുകയാണോ ചെയ്തത്? അല്ല. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൻ്റെ അവസാനത്തെ 10 പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. ഇഅ്തികാഫ് വീട്ടിലല്ല, പള്ളിയിലാണ് ഇഅ്തികാഫ് ഇരിക്കുക, ഭജനമിരിക്കുന്നത്. ആ ഭജനമിരിക്കുക എന്നത് പ്രവാചകൻ അവസാനത്തെ 10 ഇരുന്നു. തീർന്നില്ല, ഹത്താ തവഫാഹുല്ലാഹു അസ്സ വജൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെയുള്ള കാലഘട്ടം പള്ളിയിൽ അവസാനത്തെ 10 ഇരുന്നു എന്നാണ്. ഏതെങ്കിലും നഗറിലേക്ക്, ഏതെങ്കിലും പാടത്തിലേക്ക് പോയി അവിടെ ദിക്റ് ചൊല്ലിയിരുന്നു എന്നല്ല അതിലർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പിന്നീട് ഭാര്യമാരും ആ പള്ളിയിൽ ഇരുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ഭാര്യമാർ ഇഅ്തികാഫ് പള്ളിയിലിരുന്നു എന്ന് തന്നെയാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവസാനത്തെ 10 പള്ളിയിലാണ് ഇഅ്തികാഫ് ഇരിക്കേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, സ്ത്രീകൾക്കും പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ അനുവാദമുണ്ട് എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതോടൊപ്പം ചില ആളുകൾ ഈ പ്രത്യേകിച്ച് അവസാനത്തെ 10 എന്താണ് ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകതയുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞു. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, റമദാൻ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ആ രാത്രിയുടെ പ്രത്യേകത 1000 മാസങ്ങളെക്കാൾ ഉത്തമമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മളതിനെ പ്രതീക്ഷിക്കേണ്ടത്?
ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങൾ ഏതാണ് എന്ന് പറയുമ്പോൾ ഒറ്റയൊറ്റ രാവുകളെ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് പണ്ഡിതന്മാരൊക്കെയും ഹദീസുകളിൽ നിന്ന് വിശദീകരിച്ച് നൽകുമ്പോൾ, ചില പണ്ഡിതന്മാരൊക്കെയും 23-നെയും 25-നെയും 27-നുമൊക്കെ പ്രത്യേകതകൾ മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്ത, ചിലപ്പോൾ അതിൽ സാധ്യതകൾ കൂടുതലാണ് എന്ന് പ്രതീക്ഷ വച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അത്തരം നന്മകൾ പഠിപ്പിച്ച, 1000 മാസത്തേക്കാൾ ഉത്തമമെന്ന് പഠിപ്പിച്ച, 1000 മാസത്തേക്കാൾ നന്മകൾ ലഭിക്കുന്ന ഖൈറാണ് എന്ന് പഠിപ്പിക്കുന്ന ആ രാത്രികളിൽ ഉമ്മത്തിനെ പള്ളിയിൽ നിന്ന് പ്രവാചകൻ പള്ളിയിലിരിക്കാൻ പഠിപ്പിച്ചു. ഈ ഉമ്മത്തിനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പൗരോഹിത്യം ഇന്ന് ഉമ്മത്തിനെ പള്ളിയിൽ നിന്നിറക്കി പാടത്തേക്ക് കൊണ്ടുപോവുകയാണ്. റമദാൻ 27-ൻ്റെ രാവിൽ സ്വലാത്ത് മജ്ലിസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് നഗറിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. മെയ്യും മനസ്സും സ്വലാത്ത് നഗരിയിലേക്കൊഴുകുന്നു. 27-ാം രാവിന്റെ ആത്മായനത്തിലലിയാൻ പ്രാർത്ഥനയിൽ ഒരിടം തേടി, കണ്ണീരു പൊഴിച്ച് പാപങ്ങൾ കഴുകാൻ, ഉള്ളറിഞ്ഞൊന്ന് ഉടയവനെ ഓർക്കാൻ, അതരങ്ങളിൽ ഇലാഹി സ്മരണ നിറഞ്ഞ് ജനലക്ഷങ്ങളോടൊപ്പം ആത്മസായുജ്യമടയാൻ നിങ്ങളും വരൂ സ്വലാത്ത് നഗറിലേക്ക് സ്വാഗതം. അപ്പോൾ സ്വലാത്ത് നഗരിയിലേക്കുള്ള ക്ഷണമാണ് ഇവിടെ ഇവർ നടത്തുന്നത്. യഥാർത്ഥത്തിൽ പള്ളിയിൽ നിന്ന് ഇഅ്തികാഫിരിക്കേണ്ടതിനു പകരം പാടത്തേക്കിറങ്ങി സ്വലാത്ത് ചൊല്ലുക എന്ന ഒരു ദീനിനെ വിറ്റഴിക്കുന്ന ചില പ്രവർത്തനങ്ങൾ, ദീനിനെ ആത്മീയ ചൂഷണങ്ങൾ നടത്തി, ആദർശത്തെ ആത്മീയ ചൂഷണങ്ങൾ നടത്തി ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള സമ്പാദ്യത്തെ നേടിയെടുക്കുക, അതോടൊപ്പം ജനങ്ങളെ നന്മകളിൽ നിന്ന് തടയുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെയുള്ളത്. എന്നിട്ടോ അവർ വാദിക്കുന്നത് അത്തരം മജ്ലിസിലേക്ക് വരുമ്പോൾ ഒരുപാട് നന്മകൾ ലഭിക്കുന്നു, ഒരുപാട് പേരുടെ പ്രയാസങ്ങൾ മാറുന്നു, ഒരുപാട് പേരുടെ സങ്കടങ്ങൾ നീങ്ങിപ്പോകുന്നു. ഇങ്ങനെയുള്ള വ്യാജമായ വ്യർത്ഥമായ വാദങ്ങൾ ഇതിലൂടെ വാദിക്കുന്നു. സ്വഹാബി വനിതവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, അവരൊക്കെയും ചോദിക്കുന്നുണ്ട്, റസൂലെ, അവസാനത്തെ 10-ൽ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ദിവസത്തിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റബ്ബേ, നീ പൊറുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണല്ലോ, നീ ഞങ്ങൾക്ക് പുറത്തു തരണം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വചനമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതല്ലാതെ നിങ്ങൾ ഒരു മൈതാനത്തിൽ ഒരുമിച്ച് കൂടണം, അവിടെ ഇങ്ങനെ ഒരു നേതാവ് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലയോ അല്ലെങ്കിൽ ദിക്റോ അല്ലെങ്കിൽ സ്വലാത്തോ ഏതെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും, നിങ്ങൾക്ക് പൊറുക്കപ്പെടും എന്നുള്ള ഒരു അധ്യാപനവും പ്രവാചകൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുകയില്ല. മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് പള്ളിയിൽ ഭജനമിരിക്കാനാണ്. പള്ളിയിൽ ദിക്റും നോമ്പും സ്വലാത്തും പിന്നെ ഖുർആൻ പാരായണവും പോലെയുള്ള നന്മകളിൽ മുന്നേറിക്കൊണ്ട്, രാത്രി നിസ്കാരത്തിൽ മുന്നേറിക്കൊണ്ട്, അങ്ങനെ അള്ളാഹുവിന് വേണ്ടി സർവ്വതും ഒഴിഞ്ഞ് ആ പള്ളിയിൽ ഭജനമിരിക്കുക എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പക്ഷേ പൗരോഹിത്യം പഠിപ്പിക്കുന്നതോ 27-ാം രാവിൽ പോലും സമൂഹത്തെ പള്ളിയിൽ നിന്നകറ്റി നേരെ പാടത്തിലേക്ക് കൊണ്ടിറക്കി ഈ സമുദായത്തെ വഞ്ചിക്കുകയാണ് എന്നത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നമുക്കാണ് നഷ്ടം. ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് പഠിപ്പിച്ചു. എന്നിട്ട് ഈ വിശുദ്ധ ഖുർആനിനും തിരുവചനത്തിനും എതിര് നിന്നുകൊണ്ട് സ്വലാത്തല്ലേ എന്ന് പറഞ്ഞ്, നമ്മളാരും സ്വലാത്തിനെതിരല്ല, പ്രത്യേകം നോട്ട് ചെയ്യണം. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നതിനെ എതിർത്തുകൊണ്ടോ അതിഷ്ടമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല പറയുന്നത്. സ്വലാത്ത് ചൊല്ലണം, ഒരു സ്വലാത്തിന് 10 പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം, പ്രവാചകനോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. പ്രവാചകനോട് നമുക്ക് ഇഷ്ടമുണ്ട്, ആ പ്രവാചകനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ആ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നതും നമ്മുടെ ബാധ്യതയാണ് എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലേണ്ടതില്ല എന്നൊരാളും നമ്മളാരും പറയുന്നില്ല. മറിച്ച് ഈ രൂപത്തിലുള്ള ആത്മീയ തട്ടിപ്പുകൾ, ആത്മീയ ചൂഷണങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രം ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഈ 27-ാം രാവിൻ്റെ അന്നുപോലും ഈ
പള്ളിയിൽ ഭജനമിരിക്കുന്നതിന് പകരം പാടത്തേക്ക് ആളുകളെ ഇറക്കി അവരുടെ നന്മകളെ നഷ്ടപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി പ്രവാചകൻ്റെ അധ്യാപനത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ആ രൂപത്തിൽ റബ്ബിനെ കീഴ്പ്പെട്ടുകൊണ്ട് റബ്ബിന് വിധേയപ്പെട്ടുകൊണ്ട് മാത്രം റബ്ബിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് പ്രവാചകൻ്റെ മാതൃകയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ റമദാനിനെ ധന്യമാക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.